പിള്ളയാർപട്ടി കർപ്പക വിനായക ക്ഷേത്രം. ഈ അമ്പലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇവിടെ ഗണപതി ഭഗവാൻ കർപ്പക വിനായകനായിട്ടാണ് അനുഗ്രഹം അരുളുന്നത്. കർപ്പക വിനായകൻ എന്ന് പറഞ്ഞാൽ മനസ്സിൽ എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം എന്ത് ചോദിച്ചാലും അത് നടക്കും എന്നുള്ളൊരു വിശ്വാസമാണ് ഈ കർപ്പക ഗണപതി ഭഗവാന്റെ ഈ സവിധത്തിനുള്ളത്. ഇത് ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ക്ഷേത്രമാണ്. ശിലാലിഖിതങ്ങളിലൂടെ 5000 വർഷത്തിലധികം പഴക്കമുണ്ടെങ്കിലും 1800 വർഷങ്ങൾക്ക് മുമ്പാണ് ഉള്ള ചില ശിലാലിഖിതങ്ങളാണ് ആദ്യമായിട്ട് കണ്ടെത്തിയത്. പിന്നീട് അതിൽ പുരാതനമായ ലിഖിതങ്ങളൊക്കെ കണ്ടെത്തുകയും ഏകദേശം വളരെ പഴയ ക്ഷേത്രമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. പല്ലവ, ചോള, പാണ്ഡ്യ രാജാക്കന്മാരുണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത്. ഇതൊരു കുടവലക്കോവിലാണ്. കുടവലക്കോവിൽ എന്ന് പറഞ്ഞാൽ ഗുഹയ്ക്കുള്ളിലുള്ള ഒരു ക്ഷേത്രം. ഒരു ഗുഹയിലാണ് ഗണപതി ഭഗവാൻ ഇരിക്കുന്നത്. ഏകദേശം 6 അടിയോളം ഉയരത്തിലാണ് ഗണപതി ഭഗവാനെ നമുക്ക് കാണാൻ സാധിക്കുക. ഈ ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പണ്ട് കാലത്ത് ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാണിക്ക വഞ്ചി വെക്കാത്തൊരു ക്ഷേത്രമായിരുന്നു ഇത്. ഈ അടുത്ത കാലത്ത് സ്റ്റാലിൻ ഗവൺമെൻറ് തമിഴ്നാട് സർക്കാരിൻ്റെ നിർബന്ധപ്രകാരം 2 കാണിക്കവഞ്ചികൾ അമ്പലത്തിൻ്റെ മുൻനടയിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. പക്ഷേ ആ കാണിക്കവഞ്ചി ആ അമ്പലം നടത്തിപ്പുകാർ അറിഞ്ഞുകൊണ്ട് വെച്ചിരിക്കുന്നതല്ല. അമ്പലം നടത്തിപ്പുകാരുടെ അനുമതിയില്ലാതെ തമിഴ്നാട് ഗവൺമെൻറ് നിർബന്ധപൂർവം അടിച്ചേൽപ്പിച്ചിരിക്കുന്ന 2 കാണിക്കവഞ്ചികളാണ്. നിങ്ങൾക്ക് ആ കോവിലിൻ്റെ മറ്റെവിടെയും നിങ്ങൾക്ക് കാണിക്കവഞ്ചി കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കാണിക്കവഞ്ചിയുടെ യാതൊരു പ്രാധാന്യവും ഇല്ലാത്തൊരു ക്ഷേത്രമാണ് ഈ പിള്ളയാർപട്ടി ക്ഷേത്രം എന്ന് പറയുന്നത്. പിള്ളയാർപട്ടി കർപ്പക വിനായകർ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഭഗവാൻ കർപ്പക വിനായകർ ഞാൻ ഇരിക്കുന്നിടത്ത് എല്ലാം ഉണ്ടാവും എന്നുള്ള ഒരു സന്ദേശമാണ് ഭഗവാൻ നൽകുന്നത്. അപ്പം ഈ കാണിക്കവഞ്ചിയുടെ പ്രസക്തി അവിടെ ഇല്ലതാനും. ആ കാണിക്കവഞ്ചി ഇപ്പോൾ കൊണ്ടുവച്ചിരിക്കുന്നത് തമിഴ്നാട് സർക്കാർ നിർബന്ധപൂർവം കൊണ്ടുവച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ വളരെ പ്രശസ്തമായൊരു ഗണപതി ക്ഷേത്രമാണ്. ഏകദേശം രാവിലെ 6 മണിക്ക് നട തുറന്നിട്ട് വൈകുന്നേരം 8-8:15 മണിയോടെ നട അടയ്ക്കും. പരമാവധി 8:30 മണി. ആദ്യത്തെ അഭിഷേകം എന്ന് പറയുന്നത് 8:30 മുതൽ 9:15 വരെയുള്ള അഭിഷേകമാണ്. അത് കഴിഞ്ഞാൽ 11:30 മുതൽ 12:15 വരെയുള്ള അഭിഷേകം, വൈകുന്നേരം 5:30 മുതൽ 6:15 വരെയുള്ള അഭിഷേകം, രാത്രി 7:45 മുതൽ 8:15 ഇടയ്ക്ക് ഉള്ള അഭിഷേകം. അങ്ങനെ 4 അഭിഷേകത്തെ ആണ് മെയിനായിട്ടുള്ളത്. രാവിലെ ഒരു അഭിഷേകമുണ്ട്. അത് പിന്നെ അഭിഷേകം ചെയ്യുന്നവർക്ക് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അതായത് നട തുറക്കുന്ന സമയത്തുള്ള ആ അഭിഷേകം ചീട്ടാക്കുകയാണെങ്കിൽ രാവിലത്തെ അഭിഷേകവും കൂടി കാണാൻ സാധിക്കും. അല്ലെങ്കിൽ 6:15 നട തുറക്കുക. 6:25 നട തുറക്കുക. ഭക്തജനങ്ങൾക്ക് വേണ്ടി നട തുറക്കുന്നത് 6:25. നട അടയ്ക്കുന്നത് 8:30 നട അടയ്ക്കും. കാർത്തിക മാസം, അതായത് നമ്മുടെ ശബരിമല സീസണിൽ, അതായത് നവംബർ 16 മുതൽ ജനുവരി 20 വരെ ആ കാലയളവിൽ നട രാവിലെ 6 മണിക്ക് നട തുറന്നു കഴിഞ്ഞാൽ രാത്രി 9 മണിക്ക് അടക്കുള്ളൂ. അതായത് കണ്ടിന്യൂസ് ആയിട്ട് നട തുറന്നിരിക്കും. ഈ അമ്പലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവിടുത്തെ പ്രതിഷ്ഠ തന്നെയാണ്. ഗണപതി ഭഗവാന്റെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ഏകദേശം 6 അടിയോളം ഉയരത്തിലാണ്. ഗണപതി ഭഗവാനാണ് വടക്കേ നടയിലാണ് ഗണപതി ഭഗവാൻ ഇരിക്കുന്നത്. കിഴക്കേ നടയിൽ ഭഗവാന്റെ അച്ഛനായ ശിവന് സ്ഥാനമുണ്ട്. അതുപോലെ തന്നെ അമ്മയായ വാടാമലർ അമ്മൻ എന്ന പേരിൽ പാർവതി ദേവിയും അവിടെ സ്ഥാനം പിടിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ മധുരമീനാക്ഷി അമ്മയായിട്ടുള്ള ശിവഗാമി അമ്മനും അവിടെ അമ്പലത്തിനുള്ളിൽ സ്ഥാനമുണ്ട്. അതുപോലെ ഭഗവാന്റെ സഹോദരനായ മുരുകൻ്റെ 2 പത്നിമാർക്കും അവിടെ സ്ഥാനമുണ്ട്. ദേവയാനി സമേതനായ മുരുക ഭഗവാനുണ്ട്. അതുപോലെ തന്നെ ഗജലക്ഷ്മിയുണ്ട്. അതുപോലെ സിദ്ധി വിനായക ഗണപതിയുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഉപദേവതന്മാർ ഇഷ്ടംപോലെയുണ്ട്. ഭൈരവ സന്നിധാനമുണ്ട്, നവഗ്രഹ സന്നിധാനമുണ്ട്, അതുപോലെ തന്നെ ചണ്ഡികേശ്വരനുണ്ട്. എല്ലാ ദേവന്മാർക്കും
ഓരോ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഉപദേവതാ സങ്കല്പങ്ങളോട് കൂടിയ കുഞ്ഞു കുഞ്ഞു കോവിലുകളുമുണ്ട് ഈ അമ്പലത്തിനുള്ളിൽ തന്നെ. ഇതൊരു ഗുഹയ്ക്കുള്ളിലുള്ള അമ്പലമാണെന്ന് ആദ്യമേ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഗുഹയ്ക്കുള്ളിലാണ് ഗണപതി ഭഗവാൻ ഇരിക്കുന്നത്. ഗണപതി ഭഗവാന്റെ ശ്രീകോവിൽ ഏകദേശം വളരെ വലുതായതുകൊണ്ട് തന്നെ നമുക്ക് പുറത്ത്, അതായത് അമ്പലത്തിന് പുറത്ത് കുളത്തിനടുത്ത് നിന്ന് തന്നെ നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കും, ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ. അതായത് കുളത്തിന് പുറകിലായിട്ട് റോഡാണ്. റോഡിൻ്റെ അവിടെ നിന്ന് തന്നെ നമുക്ക് ഭഗവാന്റെ ഉള്ളിലുള്ള ശ്രീകോവിലിനുള്ളിലുള്ള ലൈറ്റുകളും വിളക്കുകളും കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ അമ്പലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടുത്തെ അഭിഷേകമാണ്. അഭിഷേക സമയത്ത് എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത്, ഏത് വ്യക്തി ആണോ അഭിഷേകം കാണുന്നത്, അദ്ദേഹം എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അത് നടക്കുമെന്നാണ് വിശ്വാസം. അത് നടക്കുമെന്നാൽ 100% ഒരു മാസത്തിനുള്ളിൽ തന്നെ നടക്കും. അത് നമ്മുടെ ഭക്തി പോലെ ഇരിക്കും ആ കാര്യങ്ങളെല്ലാം. അപ്പോൾ അഭിഷേകം ചെയ്യാൻ വേണ്ടി ഇപ്പം എന്ന് പറഞ്ഞാൽ 1500 രൂപയാണ് ഒരു അഭിഷേകത്തിന് ചിലവ് വരുന്നത്. അത് ഒരു ദിവസം 3 അഭിഷേക സമയത്തായിട്ട് ഏകദേശം 60ഓളം അഭിഷേകവും രാവിലെയും രാത്രിയും പാലഭിഷേകവും നടക്കും. അതും അമ്പലത്തിൻ്റെ ഭാഗം തന്നെയാണ്. അഭിഷേക സമയത്ത് നമുക്ക് അവിടെ ഉള്ളിലേക്ക് ചെന്നിരിക്കാനും അഭിഷേകം ചെയ്യുന്നവർക്ക് ഇരിക്കാനുള്ള പ്രത്യേക ഇരിപ്പിടങ്ങൾ കിട്ടും. നേരെ കുറച്ച് അഭിഷേകം കാണാൻ മാത്രമാണ് ആഗ്രഹമെങ്കിൽ അഭിഷേകം കഴിക്കണം നിർബന്ധമില്ല, പൈസ കൊടുത്ത് കഴിക്കണം നിർബന്ധമില്ല. എങ്കിലും അഭിഷേകം കാണാൻ അതിനടുത്ത് തന്നെ സൗകര്യം ക്ഷേത്ര അധികാരികൾ ഒരുക്കി വെക്കാറുണ്ട്. നമ്മൾ അഭിഷേകം കഴിക്കണം നിർബന്ധമില്ല. ആ അഭിഷേകം കാണുന്ന സമയത്ത് ആരെങ്കിലും അഭിഷേകം കഴിച്ചോട്ടെ, പക്ഷേ നമ്മളാണ് ആ സമയത്ത് അഭിഷേകം കാണുന്ന സമയത്ത് അവിടെ നിൽക്കുന്നതെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടത്തി തരുമെന്നാണ് ഭഗവാൻ പിള്ളയാർപ്പട്ടിയുടെ ഇതുവരെയുള്ള എൻ്റെ അനുഭവത്തിൽ നിന്നും എനിക്ക് ബോധ്യമായ വിഷയമാണ്. ഞാൻ 2012 മുതലാണ് ഈ പിള്ളയാർപ്പട്ടി അമ്പലത്തിൽ പോകാൻ തുടങ്ങിയത്. ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ശിവഗംഗ ജില്ലയിലാണ്. തമിഴ്നാട് ശിവഗംഗ ജില്ലയിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഈ അമ്പലത്തിലേക്ക് പോകേണ്ട ദൂരം എന്ന് പറയുന്നത് കാരക്കുടിയിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്ററാണ് കാരക്കുടിയിൽ നിന്ന് പോകേണ്ട ദൂരം. അതായത് ഇപ്പോൾ ഈ നമ്മുടെ എറണാകുളം സൈഡിൽ നിന്നുള്ള ആളുകൾക്ക് എറണാകുളം വേളാങ്കണ്ണി എക്സ്പ്രസ്സിൽ പോയി കഴിഞ്ഞാൽ കാരക്കുടിയിൽ ഇറങ്ങാൻ സാധിക്കും. അവിടെ നിന്ന് വെറും 15 കിലോമീറ്റർ ദൂരം മാത്രമേ പിള്ളയാർപ്പട്ടിക്കുള്ളൂ. പിള്ളയാർപ്പട്ടിയിൽ അനവധി ലോഡ്ജസും ഒക്കെ ഉണ്ട്. അവിടെ താമസിക്കാം. അല്ലെങ്കിൽ പിള്ളയാർപ്പട്ടിക്ക് തന്നെ ഒരു ട്രസ്റ്റ് ഗസ്റ്റ് ഹൗസ് സൗകര്യമുണ്ട്. ഏകദേശം 500ഓളം ആളുകൾക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യം ആ ട്രസ്റ്റ് ഗസ്റ്റ് ഹൗസിൻ്റെ ഭാഗമായിട്ടുണ്ട്. ട്രസ്റ്റ് ഗസ്റ്റ് ഹൗസിൻ്റെ നമ്പറുകൾ നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. പിള്ളയാർപ്പട്ടി ഭഗവാന്റെ ടെമ്പിളിന് ഒരു ട്രസ്റ്റ് ഉണ്ട്, PKNK ട്രസ്റ്റ് എന്നാണ് പേര്. ഈ കാരക്കുടിക്കും തിരുപ്പട്ടൂരിനും ഇടയിലാണ് ഈ പിള്ളയാർപ്പട്ടി കർപ്പക വിനായക അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അതായത് കാരക്കുടി നിന്ന് മധുരയ്ക്ക് പോകുന്ന റൂട്ടിൽ തിരുപ്പത്തൂർ എന്ന മുനിസിപ്പാലിറ്റി ടൗണിനും കാരക്കുടിക്കും ഇടയ്ക്കാണ് ഈ പിള്ളയാർപ്പട്ടി അമ്പലം സ്ഥിതി ചെയ്യുന്നത്. കാരക്കുടിയിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ ദൂരവും തിരുപ്പട്ടൂരിൽ നിന്ന് 8 കിലോമീറ്റർ ദൂരത്തിലുമാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. മധുരയിൽ നിന്ന് ഏകദേശം 72 കിലോമീറ്ററാണ് പിള്ളയാർപ്പട്ടി അമ്പലത്തിലേക്കുള്ള ദൂരം. അതായത് 2026 ഈ വർഷം പ്രൈവറ്റ് ബസ്സിന് ഏകദേശം 50 രൂപ മുതൽ KSRTC ബസ്സിനാണെങ്കിൽ 60 രൂപ വരെയാണ് പിള്ളയാർപ്പട്ടിയിലുള്ള ബസ് ചാർജ്. അതുപോലെ തന്നെ ഡിണ്ടിഗൽ നിന്നാണെങ്കിൽ ഏകദേശം 90 മുതൽ 120 കിലോമീറ്റർ ദൂരത്തിൽ ഇടയിലാണ് ഈ പിള്ളയാർപ്പട്ടി അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഡിണ്ടിഗലിൽ നിന്ന് നത്തം, കൊട്ടാമ്പട്ടി, സിംഗംപുനരി, തിരുപ്പട്ടൂർ വഴിയാണ് പിള്ളയാർപ്പട്ടിയിലേക്ക് എത്താൻ സാധിക്കുക. അതുപോലെ തന്നെ നമുക്ക് തിരുച്ചിയിൽ ഇറങ്ങിയിട്ട് തിരുച്ചിയിൽ നിന്ന് പുതുക്കോട്ടെ, തിരുമായം, തിരുപ്പട്ടൂർ വഴി പിള്ളയാർപ്പട്ടിയിലേക്ക് എത്താൻ സാധിക്കും. ഏറ്റവും നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ കാരക്കുടിയാണ്. കാരക്കുടിയിൽ നമുക്ക് ഈ എറണാകുളം വേളാങ്കണ്ണി എക്സ്പ്രസ് കാരക്കുടി വഴിയാണ് പോകുന്നത്. അതുപോലെ തന്നെ എറണാകുളം വേളാങ്കണ്ണി എക്സ്പ്രസ് 2 തരത്തിൽ പോകുന്നുണ്ട്. ഒന്ന് മധുര വഴിയും പോകുന്നുണ്ട്, ഒന്ന് കാരക്കുടി വഴിയും പോകുന്നുണ്ട്. കാരക്കുടി വഴി പോകുന്നതിന് നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ എറണാകുളം, കോട്ടയം, കൊല്ലം, തിരുവനന്തപുരം ഭാഗങ്ങളിലുള്ളവർക്ക് ഈ വേളാങ്കണ്ണി എക്സ്പ്രസ്സിന് യാത്ര ചെയ്തിട്ട് നമുക്ക്
കാരക്കുടി എത്താൻ സാധിക്കും. ഇനി അങ്ങനെയല്ല പോകാൻ ആഗ്രഹിക്കുന്നവരെങ്കിൽ അത് അമൃത എക്സ്പ്രസ്സിന് ഇപ്പം നമ്മുടെ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകൾക്കുള്ളവർക്ക് ഇപ്പം തിരുനെൽവേലി മധുര എക്സ്പ്രസ് തുടങ്ങിയിട്ടുണ്ട് മംഗലാപുരത്ത് നിന്ന്. അതുപോലെ തന്നെ രാമേശ്വരം മധുര വഴിയുള്ള രാമേശ്വരം എക്സ്പ്രസ്സും തുടങ്ങിയിട്ടുണ്ട്. ഈ രണ്ട് വണ്ടികൾക്കും ഡയറക്റ്റ് മധുരയിൽ ചെന്നിറങ്ങിയിട്ട് മധുരയിൽ നിന്ന് പിള്ളയാർപ്പട്ടിയിലേക്ക് പോകുവാനുള്ള ഒരു ഓപ്ഷൻസും ഉണ്ട്. പിന്നെ വളരെ വിശേഷപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ പിള്ളയാർപ്പട്ടിയിൽ ഒരുപാട് പൂജകളാണ് വിശേഷപ്പെട്ടത്. നമ്മുടെ സാധാരണ അമ്പലങ്ങളിൽ കാണുന്ന പോലത്തെ പൂജകളല്ല, വളരെ ഒച്ചത്തിൽ നാമജപത്തോടു കൂടിയുള്ള പൂജകളാണ് അമ്പലത്തിനുള്ളിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ ഒരു പ്രഭാവം എന്ന് പറയുന്നത്, പിള്ളയാർപ്പട്ടിയുടെ ഒരു പ്രഭാവം എന്ന് പറയുന്നത് ആ നിങ്ങൾ കാണുന്ന അഭിഷേകം തന്നെയാണ്. അഭിഷേകം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും പിള്ളയാർപ്പട്ടി, അതായത് ഗണപതി ഭഗവാൻ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത് പോലെ നമുക്ക് ഒരു തോന്നലുണ്ടാവും. അത്രയധികം മനോഹരമായാണ് അഭിഷേകം അത് ചെയ്യുന്നത്. അതുപോലെ തന്നെ രാത്രി പള്ളിയറ പൂജയുണ്ട്. ഈ നട അടയ്ക്കാൻ പോകുന്ന സമയത്ത് പള്ളിയറ പൂജ, ശിവഭഗവാനെയും പാർവതി ദേവിയെയും ഉറക്കുന്ന ഒരു പൂജ ഉണ്ട്, പള്ളിയറ പൂജ എന്ന് പറയും. അതും ഈ പിള്ളയാർപ്പട്ടി അമ്പലത്തിൽ കണ്ടിട്ടുണ്ട്. പൊതുവെ മറ്റ് അമ്പലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ പൂജാ സംവിധാനങ്ങളാണ്. കാരണം അവിടെ ഈ തമിഴ്നാട്ടിൽ മാത്രം, അതായത് ഈ 2-3 ജില്ലകളിൽ മാത്രമുള്ള ഒരു പ്രത്യേക സമുദായമായ നാട്ടുകോട്ടൈ ചെട്ടിയാർ, അതായത് അവർ അഥർവവേദം അല്ല അവർ ചൊല്ലുന്നത്, യജുർവേദമാണ്. അതായത് നമ്മുടെ നാട്ടിലുള്ള തന്ത്രിമാർ ചൊല്ലുന്ന യജുർവേദമാണ് അവർ ചൊല്ലുന്നത്. നമ്മുടെ നാട്ടിലെ ചെട്ടിയാരല്ല, ബ്ലാക്ക് സ്മിത്ത് ചെട്ടിയാരല്ല, അവർ നാട്ടുകോട്ടൈ ചെട്ടിയാർ എന്ന് പറയുന്ന ഒരു സമൂഹത്തിൻ്റെ അമ്പലമാണ്. അത് പണ്ട് ചോള രാജാക്കന്മാരും പല്ലവ രാജാക്കന്മാരുമാണ് ഇവർക്ക് ഈ അമ്പലങ്ങളുടെ എല്ലാം എന്താ പറയണ്ടേ പ്രമുഖ സ്ഥാനം കൊടുത്ത് അവരെ നിർത്തിയിരിക്കുന്നത്. അവരെന്ന് പറഞ്ഞാൽ നാട്ടുകോട്ടൈ ചെട്ടിയാർ എന്ന് പറഞ്ഞാൽ ഒരു വളരെ പ്രബലമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് തമിഴ്നാട്ടിലെ. അവർ പ്യുവർ വെജിറ്റേറിയൻസ് ആണ്. അവർക്ക് അതുപോലെ തന്നെ അവർ വളരെ സ്വാത്വികരായിട്ടുള്ള ആളുകളാണ്. പിന്നെ അവർക്ക് നേതൃത്വം വഹിക്കുന്ന കുറേ അമ്പലങ്ങൾ ഈ ശിവഗംഗ ജില്ലയിൽ മാത്രമുണ്ട്. ഇത് ചെട്ടിനാടിൻ്റെ ഭാഗമാണ് ഈ സ്ഥലം. കാരക്കുടിയിൽ നിന്ന് തിരുപ്പട്ടൂരേക്ക് ഏകദേശം 23 കിലോമീറ്റർ ഉണ്ട് തിരുപ്പട്ടൂരേക്ക്. ആ 23 കിലോമീറ്ററിനിടയിലാണ് പിള്ളയാർപ്പട്ടി അമ്പലം സ്ഥിതി ചെയ്യുന്നത്. പിള്ളയാർപ്പട്ടി ഒരു ചെറിയൊരു ടൗണാണ്. ഒരു ചെറിയൊരു ബസ് സ്റ്റാൻഡും പിള്ളയാർപ്പട്ടിയോട് കൂടി തന്നെയുണ്ട്. പിള്ളയാർപ്പട്ടി അമ്പലത്തിൻ്റെ വകയായിട്ടാണ് ബസ് സ്റ്റാൻഡും. പിന്നെ ഒരു 3-4 റെസ്റ്റോറൻറ്റ്സ് മാത്രമേ ഉള്ളൂ അമ്പലത്തിനടുത്ത്. ഒരു 2-3 ATMs ഉണ്ട്. അതിൽ കൂടുതലൊന്നും തന്നെ ഇല്ല. വളരെ ചെറിയൊരു ടൗണാണ്, ഒരു കുഞ്ഞു ടൗൺ. ആ ടൗണും നിറയെ പിള്ളയാർപ്പട്ടി ഭഗവാന്റെ ഫോട്ടോകളും മാലകളും അതുപോലെ കളിപ്പാട്ടങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെറിയൊരു സ്ട്രീറ്റാണ് പിള്ളയാർപ്പട്ടി അമ്പലത്തിന് മുമ്പിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു വിശാലമായ ഒരു കുളവുണ്ട്. പിള്ളയാർപ്പട്ടി അമ്പലത്തിൻ്റെ പുറകിലേക്ക് നടന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, പാറകളാൽ ചുറ്റപ്പെട്ടിട്ടാണ് പിള്ളയാർപ്പട്ടി അമ്പലം കിടക്കുന്നത്. അപ്പം നമുക്ക് പുറകിലൂടെ ഒരു റോഡുണ്ട്. ആ റോഡ് വഴി നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിൻ്റെ അമ്പലം പൂർണ്ണമായും പാറയുടെ ആണ് ചുറ്റപ്പെട്ട് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഈ കുടവര കോവിൽ എന്ന് പറയുന്നത്. ഗുഹാക്ഷേത്രമായിട്ട് തന്നെയാണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ പുറത്ത് ചെറിയൊരു അമ്പലമുണ്ട്. ഈ പിള്ളയാർപ്പട്ടി കോവിലിന് സമാനമായിട്ടുള്ള ഒരു കൊത്തുപണികളോട് കൂടിയ ചെറിയൊരു കുഞ്ഞമ്പലം. അത് പാറയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു മിനിയേച്ചർ എന്ന് പറയാം, ആ രീതിയിലാണ് ആ അമ്പലം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ പഴയ കാലത്തെ ഈ ഓലപ്പുരയൊക്കെയാണ് അമ്പലത്തിൻ്റെ മുമ്പിലോട്ടുള്ളത്. അത് വളരെ ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു അമ്പലമാണ്. നിങ്ങൾക്ക് അവിടെ ചെന്ന് അമ്പലത്തിൽ ദർശനം നടത്തുമ്പോൾ അത് നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. കാരണം ഒരു പ്രത്യേകതരം അമ്പലമാണ്. നമ്മൾ അയ്യപ്പാസിൻ്റെയൊക്കെ പരസ്യം കേൾക്കുന്നത് പോലെ പുറത്തുനിന്ന് കാണുമ്പോൾ വളരെ ചെറിയ അമ്പലം, പക്ഷെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ അമ്പലം വലുതായിട്ടാണ് തോന്നുക. പിന്നെ ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗണപതി ഭഗവാന്റെ വൈശിഷ്ട്യം തന്നെയാണ്. അത് വിശിഷ്ടമായ ഗണപതി ഭഗവാനാണ്. 2 തൃക്കൈകൾ മാത്രമേ ഉള്ളൂ. പത്മാസനത്തിലാണ് ഇരിക്കുന്നത്. ഗണപതി ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട വഴിപാട് എന്ന് പറയുന്നത് കറുകയാണ്. നമ്മളെ അമ്പലത്തിൻ്റെ പുറത്ത് ഒരുപാട് കറുക കച്ചവടക്കാരൊക്കെ ഇരിപ്പുണ്ടാവും. ഒരു മുഴം കറുകയ്ക്ക് 10 രൂപ മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒറ്റ മുഴം കറുക തന്നെ നമുക്ക് ധാരാളമാണ്. കാരണം പിള്ളയാർപ്പട്ടി ഭഗവാന് ഒരു കറുകപ്പുല്ല് കൊണ്ടു കൊടുത്താൽ പോലും സന്തോഷിക്കുന്ന ഭഗവാനാണ് പിള്ളയാർപ്പട്ടി. അപ്പോൾ അത്രയധികം വളരെ അങ്ങനെയുള്ള ഒരുപാട് കുഞ്ഞു
സവിശേഷതകളുള്ള ഒരു അമ്പലമാണ് പിള്ളയാർപ്പട്ടി. നിങ്ങൾ നേരിട്ട് പോയി ദർശനം നടത്തുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. പിള്ളയാർപ്പട്ടിയുടെ മറ്റൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ പിള്ളയാർപ്പട്ടിയിൽ അമ്പലത്തിൽ രണ്ട് വഴിപാടുകളേ ഉള്ളൂ. ഒന്ന് ഗണപതി ഹോമവും ഒന്ന് അഭിഷേകവും. അഭിഷേകത്തിന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ 1500 രൂപയാണ്. ഗണപതി ഹോമത്തിന് പക്ഷെ ഒരു മാസം മുമ്പേ ഗണപതി ഹോമത്തിന് ബുക്ക് ചെയ്യണം. ഗണപതി ഹോമത്തിന് 35,000 രൂപയാണ്. പിന്നെ മറ്റു പ്രസാദങ്ങൾ ഒന്നും തന്നെ നിങ്ങൾക്ക് പിള്ളയാർപ്പട്ടിയിൽ കിട്ടില്ല. തമിഴ്നാട് മറ്റ് അമ്പലങ്ങളിൽ കിട്ടുന്നത് പോലെ ചക്കരപ്പൊങ്കൽ അങ്ങനത്തെ ഒരു പ്രസാദവും നിങ്ങൾക്ക് അവിടെ കിട്ടത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഭഗവാന്റെ പ്രധാനപ്പെട്ട പ്രസാദം എന്ന് പറയുന്നത് ഭസ്മമാണ്. ഭസ്മവും അഭിഷേക സമയത്ത് കിട്ടുന്ന ചന്ദനവും കുങ്കുമവുമാണ് പ്രധാനമായിട്ടുള്ള പ്രസാദമായിട്ടുള്ളത്. പിന്നെ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാണിക്കവഞ്ചി ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്കൊന്നും പൈസ അധികം ചിലവാവില്ല. പിന്നെ ഭഗവാന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ശരീരത്തിനുള്ളിൽ നവഗ്രഹങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ് വിശ്വാസം. നവഗ്രഹങ്ങൾ ഇപ്പം തിങ്കൾ മുതൽ ശനി വരെയുള്ള നവഗ്രഹ ഭഗവാന്മാർ ഭഗവാന്റെ ശരീരത്തിലുണ്ട് എന്നാണ് വിശ്വാസം. അപ്പം നിങ്ങൾ പുറത്ത് ഓരോ നവഗ്രഹ ക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തുന്നതിനെക്കാട്ടും പവർഫുള്ളാണ് പിള്ളയാർപ്പട്ടിയിൽ പോയി ഗണപതി ഭഗവാനെ കാണുന്നത്. അതുമാത്രമല്ല ഇപ്പം ഈ അഭിഷേകം ചെയ്യുമ്പോൾ ഈ നവഗ്രഹങ്ങളെയുമാണ് അഭിഷേകം ചെയ്യുന്നത്. പിന്നെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഗണപതി ഭഗവാന്റെ വലത്തെ കയ്യിൽ ശിവലിംഗത്തോടു കൂടിയാണ് ഭഗവാൻ ഇരിക്കുന്നത്. അതായത് ശിവലിംഗത്തോടു കൂടി ചമ്രം പടിഞ്ഞിരിക്കുന്ന രീതിയിലാണ് ഭഗവാന്റെ പ്രതിഷ്ഠ. അപ്പോൾ ഈ അഭിഷേകം ചെയ്യുന്ന സമയത്ത് ഈ ഭഗവാൻ ശിവനെയും അഭിഷേകം ചെയ്യുന്നു, ഗണപതി ഭഗവാനെ അഭിഷേകം ചെയ്യുന്നു, അതുപോലെ തന്നെ നവഗ്രഹങ്ങളെ അഭിഷേകം ചെയ്യുന്നു. അപ്പോൾ എല്ലാ തരത്തിലും ആ അഭിഷേകം കാണുന്നത് വളരെ പുണ്യവും ശ്രേഷ്ഠവുമാണ്. ആ സമയത്ത് നമ്മുടെ മനസ്സിൽ എന്ത് വിചാരിക്കുന്നോ അത് നടന്നിരിക്കും. എൻ്റെ ഇതുവരെ ഉള്ള ജീവിതാനുഭവത്തിൽ നിന്ന് അതാണ് തെളിഞ്ഞത്. അതുകൊണ്ട് ഇതും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ പിള്ളയാർപ്പട്ടി ക്ഷേത്രത്തിന് അടുത്ത് രണ്ട് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുണ്ട്. ഒന്ന് തിരുപ്പട്ടൂർ ഭൈരവ ക്ഷേത്രം, അതായത് ശിവന്റെ ക്ഷേത്രമാണ്. പിന്നെ അതുപോലെ തന്നെ കുണ്ട്രക്കുടി എന്ന് പറഞ്ഞാൽ പിള്ളയാർപ്പട്ടിക്കും കാരക്കുടിക്കും ഇടയ്ക്ക് ഒരു മലമുകളിൽ, അതായത് പഴനി പോലെ തന്നെ ഒരു മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന സുബ്രഹ്മണ്യൻ്റെ ക്ഷേത്രമാണ്. വളരെ മനോഹരമായ ക്ഷേത്രമാണ്. നിങ്ങൾ പോകുമ്പോൾ ഈ കുണ്ട്രക്കുടി പോവുക, അതുപോലെ തന്നെ ഈ ഭൈരവ ക്ഷേത്രം, അതായത് തിരുപ്പട്ടൂരിലെ ഭൈരവ ക്ഷേത്രം പോവുക. പിന്നെ ഒരു ക്ഷേത്രമുള്ളത് തിരുക്കോഷ്ടിയൂരാണ്. തിരുക്കോഷ്ടിയൂർ അമ്പലം എന്ന് പറയുന്നത് ശ്രീ രാമാനുജന് പിന്നെ നേരിട്ട് ഭഗവാൻ മഹാവിഷ്ണു നേരിട്ട് ജ്ഞാനോപദേശം കൊടുത്ത സ്ഥലം എന്ന് വിശ്വസിക്കുന്ന തിരുക്കോഷ്ടിയൂർ, അത് നമ്മുടെ അനന്തപത്മനാഭ സ്വാമി പോലെ സൗമ്യനാരായണ പെരുമാളാണ്. അതായത് നമ്മുടെ അനന്തപത്മനാഭ സ്വാമി കിടക്കുന്ന രീതിയിലുള്ള പ്രതിഷ്ഠയാണ് തിരുക്കോഷ്ടിയൂരുള്ളത്. പിന്നെ തിരുമായത്തും അതേപോലെ തന്നെ ഒരു പെരുമാളാണ് ഉള്ളത്. അവിടെയും പെരുമാളുണ്ട്. അതുപോലെ തന്നെ അവിടെ ശിവഭഗവാനും ഉണ്ട്. അത് ഒരു കോട്ടയുടെ അടുത്താണ് അമ്പലം. അപ്പോൾ തിരുമായം കോട്ട കൂടി കാണാൻ സാധിക്കും. ഒരു ലക്ഷർ ട്രിപ്പാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ തിരുമായം കോട്ടയും തിരുക്കോഷ്ടിയൂരും തിരുമായം ടെമ്പിളും ഈ കുണ്ട്രക്കുടിയും അതുപോലെ തന്നെ ഭൈരവ ക്ഷേത്രവും പിള്ളയാർപ്പട്ടി കോവിലും നിങ്ങൾക്ക് പോകാൻ സാധിക്കും. പിള്ളയാർപ്പട്ടി കർപ്പക വിനായക ക്ഷേത്രത്തിൽ ഉച്ചയ്ക്കത്തെ അഭിഷേകം കഴിഞ്ഞു കഴിഞ്ഞാൽ അന്നദാനമുണ്ട്. പിന്നെ അവിടെ ചക്കരപ്പൊങ്കൽ പ്രസാദവും ചിലപ്പോൾ എല്ലാ ദിവസവുമായിട്ട് കിട്ടും. അതും കഴിക്കുക, അന്നദാനം കഴിക്കുക. എല്ലാവർക്കും അവിടെ പോയി വരാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇന്ത്യയിൽ തന്നെ ഒരു 30 കിലോമീറ്റർ ഏരിയയിലാണ് ഈ എല്ലാ ക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നത്. എല്ലായിടത്തും പോയി ദർശനം നടത്താൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവത് അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.